ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രം സ്റ്റൈൽ സ്വീറ്റ് ബോളിയാണ്. ഇത് നമുക്ക് സദ്യയ്ക്ക് വാഴയിലയിൽ പായസമൊക്കെ വിളമ്പുമ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പായസത്തിൻ്റെ കൂടെയും സേമിയ പായസത്തിൻ്റെ കൂടെയൊക്കെ വിളമ്പുന്നത് ഈ ഒരു ബോളിയാണ്. ഇനി വേറൊരു ടൈപ്പ് ബോളിയുണ്ട്, പൂരം ബോളി. അതെന്ന് പറയുന്നത് നമ്മൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സദ്യയ്ക്ക് കുറച്ചുകൂടെ നല്ലത്, പായസത്തിൻ്റെ കൂടെയൊക്കെ കുറച്ചുകൂടെ നല്ലത് നമ്മുടെ സ്വീറ്റ് ബോളിയായ ഈ ഒരു ഷുഗർ വെച്ചിട്ടുള്ള ബോളി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ പൂരൻ ബോളിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കാം. ഞാൻ ഈ ബോളി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലയെന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത കടലയാണ്. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി ഇത് ഞാൻ വേറെ കുക്കറിലോട്ട് മാറ്റുവാണ്. ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, വേഗിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 1 ഗ്ലാസ് കടലയ്ക്ക്. ഇതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് അടച്ചു വയ്ക്കുവാണ്. ഇനി ഇത് 2 വിസിലാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കുക. എല്ലാം നിങ്ങൾ കുതിർക്കാതെ ഡയറക്റ്റായിട്ട് കടല ആഡ് ചെയ്യുകയാണെങ്കിൽ 3 വിസിൽ കുക്കറിൽ ആയതിനു ശേഷം മാത്രമേ സ്റ്റൗ ഓഫ് ചെയ്യാവുള്ളൂ. അപ്പോൾ കടല വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നനച്ചെടുക്കാം. ഞാൻ ബോളിക്ക് വേണ്ടി 1 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗീ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. ഒരുപാട് ആഡ് ചെയ്യുന്ന ഒരു പിഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കൂലേ, അതിൽ നിന്നും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമ്മൾ ബോളിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാനേ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്യുവാണ്. നല്ലെണ്ണ ആഡ് ചെയ്തു എന്ന് കരുതിയിട്ട് ബോളിക്ക് ഒട്ടുമേ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ലെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടി നല്ലെണ്ണ ഞാൻ ആഡ് ചെയ്യുമോ. മാവൊന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കുഴയ്ക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. മാവ് നല്ല ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. ഇതൊന്ന് നല്ല സോഫ്റ്റാക്കി നിങ്ങൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഈ മാവിൻ്റെ മുകളിലായിട്ട് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മാവ് ആ ഒരു നല്ലെണ്ണയിൽ മുങ്ങിക്കിടക്കണം. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനേ. ഇതിങ്ങനെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ബോളി ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ട് ആ മാവ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നല്ലെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ ഒഴിച്ച് നമ്മൾ 1 മണിക്കൂറോളം ഒന്ന് അടച്ചു വെച്ചേക്കാം. കടല അപ്പോൾ 2 വിസിലൊക്കെ കഴിഞ്ഞു. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നമുക്ക് ഈ ഒരു പരുവത്തിന് കടല കിട്ടേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെന്ത് പോകരുതേ. ഇനി ഇതൊന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഹോളുള്ള പാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം കളഞ്ഞ് ഇവിടെ കടല എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. കടല മിക്സിയിൽ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാനേ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് ബോളിയിൽ നന്നായിട്ട് പരത്തുമ്പോഴത്തേക്കും അതിൻ്റെ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്, ഹോൾസ് കണക്കാവും. അപ്പം നമുക്ക് നന്നായിട്ട് പരത്തി കിട്ടത്തുമില്ല ബോളി. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് കടല ഷുഗറും കൂടെ മിക്സ് ചെയ്തൊന്ന് വഴറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാനിലോട്ട് മാറ്റുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ ഷുഗർ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബോളിയിൽ 1/2 കപ്പ് ഷുഗർ ഇത് കറക്റ്റ് അളവാണ്. ഒരുപാട് മധുരം കുറവും അല്ല കൂടുതലും അല്ല, ആ ഒരു രീതിയിലാണ് മധുരം ഉള്ളത് കേട്ടോ ഇതിന്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ കൂടിയതായിരിക്കും എന്ന് കരുതിയിട്ട് ഒരിക്കലും ഇതിൽ നിന്നും കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യരുത്. ഇത് തന്നെ ഒരു മീഡിയം ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഞാനപ്പോൾ ഷുഗർ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്.
നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കടല ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുൾ ഷുഗർ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഷുഗർ ഒന്ന് ഇത് ഞാൻ പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ. 1/2 കപ്പ് പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത്. കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ കിട്ടുന്നത് പൊടിച്ച ഷുഗറാണ്. അപ്പം നിങ്ങൾ ഒന്ന് ഷുഗർ നമ്മുടെ വലിയ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. 1/2 കപ്പ് കണ്ടോ, ഈ ഒരു ഫോമിൽ കിട്ടണം. നല്ല കട്ടിയായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. മാവ് ഇപ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ മുക്കി വെച്ചിട്ട് 1 മണിക്കൂറായി. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാണേ. ഫുൾ എണ്ണയെ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു പക്ഷേ അത്രത്തോളം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലൊട്ടുമേ സ്മെല്ല് വരത്തില്ല നല്ലെണ്ണയുടെ. കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റ് മാവാണ്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് കിട്ടാനേ. മാവൊക്കെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കടല എന്തായെന്ന് നോക്കാം. ഇപ്പോൾ കടല നമ്മൾ ഷുഗറൊക്കെ ഇട്ട് വെച്ചിരുന്നത് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് നാരങ്ങയുടെ വലുപ്പത്തിനൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഇല്ലേ, നല്ലെണ്ണ, അതൊന്ന് കയ്യിൽ പുരട്ടിയിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമോ എല്ലാത്തിനും ഇങ്ങനെ നല്ലോണം എടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് വരത്തില്ലേന്ന് നല്ലെണ്ണയുടെ? അങ്ങനെയൊന്നുമില്ല. ഒട്ടുമേ സ്മെല്ല് നമുക്ക് അറിയാനേ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളതിൽ നല്ലെണ്ണ യൂസ് ചെയ്തു എന്ന് പോലും നമ്മൾ ബോളി ഒന്ന് ചുട്ട് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ലേ. നമുക്കിപ്പോൾ ആ ഒരു എണ്ണ മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ പുരട്ടിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഇച്ചിരി നാരങ്ങയുടെ ആ ഒരു ഇത്തിരി വലുപ്പത്തിന് വേണം എടുക്കാനേ. 3-4 ബോൾസ് ഞാനിവിടെ ഉരുട്ടിയെടുത്തു. ഞാൻ വീണ്ടും ഒന്ന് കയ്യിൽ എണ്ണ പുരട്ടുവാണേ. കാര്യം ആ മാവ് നമ്മുടെ കയ്യിൽ എണ്ണയുടെ ഒരു മയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കയ്യിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ആ നാരങ്ങയുടെ വലുപ്പത്തിന് നമ്മൾ കടല മിക്സ് ഉരുട്ടി വെച്ചിരുന്നില്ലേ, അതൊന്ന് ഇതിനകത്ത് വെക്കത്തര രീതിയിൽ വേണം അതിനകത്തിരിക്കണം. ആ ഉരുള ആ ഒരു മാവിൻ്റെ ഉള്ളിൽ ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് അത് അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ച് മുകൾ ഭാഗത്ത് ബാക്കി വരുന്ന മാവൊന്ന് മാറ്റിയെടുക്കുക. കണ്ടോ, അതിനുശേഷം ഞാൻ അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. മാവ് എല്ലാ സൈഡും ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ മാവിലിട്ട് ഒന്ന് റോൾ ചെയ്ത് നന്നായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ അത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ചപ്പാത്തി പല്ലുവയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റാണ് മാവ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പിടിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മാവൊന്ന് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇടയ്ക്ക് ചില സൈഡ് ചെറുതായിട്ട് പൊട്ടും എന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ അരിമാവ് തൂറ്റിന് ശേഷം നിങ്ങൾ പരത്തിയെടുക്കുക കേട്ടോ. പരത്തുമ്പോഴത്തേക്കും എല്ലാ സൈഡും കവർ ചെയ്ത് വേണം പരത്താനായിട്ട്. ഇപ്പം ആ ഒരു എൻഡ് പോർഷനിലൊന്ന് കട്ട് ചെയ്ത് വരാൻ പാടില്ല കേട്ടോ. എൻഡ് പോർഷനെല്ലാം നന്നായിട്ടൊന്ന് പരത്തി വിട്ടു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ഞാൻ ചുട്ടെടുക്കുവാണേ. പാൻ അടുപ്പത്ത് വെച്ചു. ഈ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ബോളി ഞാൻ ഇട്ടു. അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ ബോളിയുടെ. കണ്ടോ, ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരും. കണ്ടോ, എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേ. കണ്ടോ, ഇതേപോലെ വരും ബോളി. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ വേണം അത് പരത്തിയെടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കാനേ. നമ്മൾ എടുക്കുന്ന ഒരു മാവും കടലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് ബോളി. നെയ്യൊന്ന് പുരട്ടാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ബോളിയിൽ. അപ്പോൾ ഇത് ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ നെയ്യ് പുരട്ടുമ്പോഴേ.
ഒരു കപ്പിന് എനിക്കൊരു 10 ബോളി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മതിയാവും നമുക്ക് ധാരാളമായിട്ട് നമുക്ക് സദ്യക്ക് ബോളി യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ വന്നെടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ മെഷർമെൻറ്റിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ബോളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഈ ബോളിയുടെ കൂടെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സേമിയ പായസം കൂടെ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു സേമിയ പായസമാണ്. അതും കൂടി ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. സേമിയ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെർമിസ്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പൊടിച്ച വെർമിസ്ലിയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളിൽ പൊടിക്കാത്ത വെർമിസ്ലിയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് വറുത്ത വെർമിസ്ലി അല്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വറുത്തെടുക്കുവാണ് പാനിലിട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് മാറ്റണം. ഇപ്പോൾ ഇതിലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, കണ്ടോ. കുറച്ചൊരു 5 മിനിറ്റ് മതിയാകും കേട്ടോ. ഞാൻ ചെറിയ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂസ്, മുന്തിരി, പിന്നെ ഏലക്കയാണ്. ഏലക്കയിൽ ഞാൻ 1 ടീസ്പൂണിന് വേണ്ടി ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ വേറൊരു പാൻ എടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്തേ. അപ്പോൾ ഗീ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുവാണ്. നിങ്ങൾക്കിപ്പം ഗീ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലുള്ളി വേണമെങ്കിലും ഈ കാഷ്യൂസും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. പക്ഷേ നല്ല ടേസ്റ്റ് ഗീയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് പായസത്തിന് എപ്പോഴും. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് പാല് തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് ഇപ്പം കടയിൽ മിൽമയുടെയൊക്കെ പാലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫാറ്റ് കുറഞ്ഞ പാലും ഉണ്ടാവും. അപ്പം അങ്ങനത്തത് എടുക്കരുത്, ഫാറ്റ് കൂടിയ പാല് തന്നെ പായസത്തിന് എടുക്കുക. എന്നാൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് പാല് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന വെർമിസ്ലി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പാലൊന്ന് പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെർമിസ്ലി. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. കാര്യം ബോളിയുടെ കൂടെ കഴിക്കാനായിട്ട് ബോളിക്ക് നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ഒരുപാട് ഷുഗർ പായസത്തെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോളി ഇല്ല പായസം മാത്രമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പിന് വേണ്ടി ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ആഡ് ചെയ്യുവാണ്. ടോട്ടൽ 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പായസത്തിൽ. ഞാനപ്പോൾ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു 1/4 പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. കുറച്ചൊന്ന് മാറ്റി വയ്ക്കുവാണ് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂസും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. സേമിയ പായസം ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ആൾമോസ്റ്റ് നന്നായിട്ട് ആ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനം ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പായസം ഒരുപാട് കട്ടിയാവാണ്ട് നോക്കിക്കോളണേ. ഒരു സേമിയൊക്കെ ഒന്ന് വെന്ത് ഈ ഒരു ഫോം ആകുമ്പോഴത്തേക്ക് അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തേക്കുക. കാര്യം ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ഇത് കുറുകി വരും കേട്ടോ. വീണ്ടും കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ ആ ഒരു പാകത്തിന് നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്തേക്കാം. ബോളിയും പായസവും അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.